ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. യാ എന്തായിരുന്നു ഞാൻ പറയാൻ വന്നല്ലോ, പഠിച്ചോനെ എന്തോ പറയാൻ വന്നു. ഓക്കെ, നമ്മൾ നോക്കിയത് റംലയുടെ നോട്ട്സ് ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിരുന്നേ. നോട്ട്സ് നല്ല ഓർഡറിൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ചെയ്യണത്. അതിൽ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ അത് വൃത്തിയാക്കാൻ പറ്റും. അത് ഒന്ന് ലൈൻസ് ഒക്കെ ഇടുമ്പോൾ അതൊന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ രീതിയിൽ ചരിവും വളവൊന്നും ഇല്ലാണ്ട് ഇടുക. പിന്നെ കുറെ കൂടെ കളേഴ്സ് യൂസ് ചെയ്യുക. ഹെഡിങ്സ് ഹൈലൈറ്റ് ചെയ്യുക ഡിഫറെന്റ് കളേഴ്സിൽ. ബാക്കി ചെറിയ ചെറിയ പോയിന്റ്സ് വേറെ കളേഴ്സിൽ ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറെ ഇങ്ങനെ കറക്ഷൻ കുത്തി വരച്ചിട്ടിട്ടുണ്ട് ചില പോയിന്റ്സ്. അതിന്റെ മുകളിൽ നമ്മുടെ വൈറ്റ്നർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ അതൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. ഇതെന്നെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ കുറെ കൂടെ ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സജഷൻ പറഞ്ഞാണ്. ഇറ്റ് ഇസ് ഗുഡ്. ഓക്കെ, സജഷൻ പറഞ്ഞാണ്, സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ്. ഓക്കെ, ദെൻ ഓക്കെ. അപ്പൊ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അപ്പൊ സർഫ്, നിങ്ങൾ ഈ ഇതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചോ? ഈ ടേബിള്, മുദാരി ടേബിൾ. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്, മാഷാഅല്ലാ മാഷാഅല്ലാ, വെരി ഗുഡ്. പഠിക്കണം, പഠിച്ചേ പറ്റൂ, നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു. ഇത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ. നമ്മള് മാദിയും മുദാരിയും ആണ് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, മാദി ടേബിൾ ഡിഫറെന്റ് ആണ്, മുദാരി ടേബിൾ ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ട് പാറ്റേൺസ് ആണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. എന്താണ്, ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഡിഫറൻസ് ഉണ്ട് മാദി ടേബിളും മുദാരി ടേബിളും തമ്മിൽ. മാദി ടേബിളിന്റെ മുമ്പിൽ എന്ത് സാധനം വന്നാലും അതിനൊരു ചേഞ്ച് വരൂല. അത് വരട്ടേക്കാം, അത് നിങ്ങളിപ്പോ അതിനെ കുറിച്ച് പറയേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മാദി ഈസ് മബ്നി, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അത് സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മാദി ഈസ് മബ്നി. മുദാരി മബ്നി അല്ല. മുദാരിന്റെ അവസാനം പല കാര്യങ്ങൾ കൊണ്ട് ചേഞ്ചസ് വരും. ഓക്കെ, മുദാരി ഈസ് ബോൺ ദമ്മ. യഫ് അലു, ഇറ്റ് ഇസ് ബോൺ ദമ്മ. ആ ദമ്മ മാറണമെങ്കിൽ അതിന്റെ മുമ്പിൽ കുറെ സാധനങ്ങൾ വരും. അപ്പോഴാണ് ദമ്മ ഫത്തയാവുക. പിന്നെ മുദാരി കസറയാവില്ല. മുദാരി ഓൾവേസ് മജ്സൂം. മജ്സൂം എന്ന് പറഞ്ഞാൽ ജസം. ഒരു സെക്കൻഡ്. മജ്സൂം, മജ്സൂമുൻ. ഓക്കെ, മജ്സൂമുൻ എന്ന് പറഞ്ഞാൽ സുക്കൂനായിരിക്കും, സുക്കൂനായിരിക്കും. ഓക്കെ, അത്ര ഇപ്പൊ മനസ്സിലാക്കുക. ഇനി സിറ്റുവേഷൻ ഒരുപാട് വരും, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി മുദാരിന്റെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് മാദി ടേബിൾ പഠിച്ചു, ഫാല ഫാല ഫാലു ഫാലത്ത്, അത് പഠിച്ചു. ഫുഇല ഫുഇല ഫുഇലു, അത് മാറൂഫും പഠിച്ചു, മജ്ഹൂലും പഠിച്ചു. അതിന്റെ മുമ്പില് മാ ഇടുന്നു, നെഗേഷൻ വരുന്നു, അതും പഠിച്ചു. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പിന്നെ മുദാരിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുദാരിയുടെ ടേബിള് ഇസ് യഫലു യഫലാനി യഫലൂന, തഫലു തഫലാനി, യഫ് അല്ല. ഈ ഒരു ടേബിളാണ്. ഈ ഒരു ടേബിളിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ആദ്യം ഇതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണു. യഫലു തഫലു തഫലു അഫലു നഫലു. സി, യഫലു, തഫലു, തഫ് അലു, അഫ് അലു ആൻഡ് നഫ് അലു. ഇത് സെയിം പാറ്റേൺ ആണ്. തുടക്കം മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ തുടക്കം യഫലു, യ, ത, ആ, നൂൻ, ഇതെല്ലാം സൈൻ ഓഫ് മുദാരി ആണ്. സൈൻ ഓഫ് മുദാരി ആണ്, അത് ഫായിൽ അല്ല. ഈ 5 എണ്ണത്തിന്റെ ഫായിൽ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലാണ്. ഓക്കെ, അതിന്റെ ഉള്ളിലാണ്. ഇറ്റ്സ് നോട്ട് ഷോൺ ഔട്ട്സൈഡ്. അപ്പൊ യഫലൂടെ ഫായിൽ ഹുവയാണ്, തഫലൂടെ ഫായിൽ ഹിയാണ്. ഈ തഫലൂടെ ഫായില് മാസ്കുലിൻ അന്തയാണ്, അന്ത. ഈ അഫ്അലൂടെ ഫായില് അന. ഈ നഫ്അലൂടെ ഫായില് നഹ്നു, വി. ഇതാണ് ഇതിന്റെ 5 എണ്ണത്തിന്റെ ഫായില്. ഓക്കെ, ഇനി ഇതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ,
ഇനി ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മൾ നോക്കുന്നത് രണ്ടെണ്ണം, വേറെ രണ്ടെണ്ണം. എവിടെയാണ്? പ്ലൂറൽ ആണ്, പ്ലൂറൽ ഫെമിനിൻ ആണ്. രണ്ട് പ്ലൂറൽ ഫെമിനിൻ ആണ് ഈ ഒരു ടേബിളിൽ ഉള്ളത്. ഒന്ന് യഫ് അൽ നെയിം, ഒന്ന് തഫ് അൽ നെയിം. യഫ് അൽ നെയിം, തഫ് അൽ നെയിം. ഇത് പ്ലൂറൽ തേർഡ് പേഴ്സൺ ആണ്, നമ്മളുടെ മുമ്പിൽ ഇല്ല. സോറി, ഇത് യഫ് അൽന നമ്മുടെ മുമ്പിൽ ഇല്ല, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഇത് മുമ്പിലുണ്ട്, തഫ് അൽന. ഇത് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരോട് നമ്മുടെ മുമ്പിലുള്ള കുറെ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈ തഫൽന ഉപയോഗിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത കുറെ സ്ത്രീകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് യഫ് അൽന യൂസ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം, ഇതെങ്ങനെയാണ് ഒരു സെന്റൻസിൽ പ്രയോഗിക്കുന്ന എല്ലാം ബുക്ക് 2 വളരെ വൃത്തിയായിട്ട് വരും. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഇത് എങ്ങനെ യൂസ് ചെയ്യും, ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നെ കുറിച്ച് ഇതൊന്നും അല്ല നിങ്ങളുടെ വറി. നിങ്ങളുടെ വറി ഇത് കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് മനസ്സിലാക്കലെല്ലാം വരും. ഇറ്റ് കംസ് ഗ്രാജുവലി കേട്ടോ. ബിക്കോസ് ദ ഫസ്റ്റ് ബാച്ച് ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോയതാണ്. ഈ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ കൊന്നു കൊല വിളിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ഡോണ്ട് വറി അബൌട്ട് ഓൾ ദിസ്, ഇറ്റ് വിൽ കം സ്ലോലി. ഇപ്പൊ അവർക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം, യഫലിനെയും തഫലിനെയും, ഈ രണ്ടെണ്ണം പ്ലൂറൽ ആണ്, ഫെമിനിൻ ആണ്. ഇത് ഗായിബാണ് എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ ആണ്, ഇത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഇനി ഇതിന്റെ അവസാനമുള്ള ഈ നൂൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ഫായിൽ എന്ന് പറയുന്നത്, ഈ നൂൻ. അതൊന്ന്. പിന്നെ ഈ യഫലിനെയും തഫലിനെയും മബ്നിയാണ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു ചേഞ്ച് വരില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. എന്ത് കാറ്റും മഴയും എന്ത് വന്നാലും അത് അവിടെ തന്നെ അതേപോലെ ഉറച്ചു നിൽക്കും, ഒരു മാറ്റമില്ല. ഇറ്റ് ഈസ് മബ്നി. ഇതിന്റെ മുമ്പിൽ എന്തെങ്കിലും വന്നാലും ഇത് അനങ്ങൂല, ഇത് അവിടെ തന്നെ നിൽക്കും, ഒരു ചേഞ്ചും ഇതിൽ വരൂല. അത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഉള്ളതാണ് ആനി, ഊന, ഈന സെക്ഷൻ ആണ്. യഫലാനി, യഫലൂന, തഫലാനി, തഫലാനി, തഫലൂന, തഫലീന, തഫലാനി. അപ്പൊ 1 2 3 4 5 6 7 ഏഴെണ്ണം. യഫലാനി, യഫലൂന, തഫലാനി, തഫലാനി, തഫലൂന, തഫലീന, തഫലാനി. ഈ ഏഴെണ്ണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആനി എൻഡിങ് അതിന്റെ ഫായിൽ അല്ല. അതിന്റെ ഫായിൽ എന്ന് പറയുന്നത് ഈ യഫലാനിയുടെ ഫായിൽ ഈ അലിഫാണ്, യഫലൂനയുടെ ഫായിൽ ഈ വാവാണ്, ഈ തഫലാനിയുടെ ഫായിൽ ഈ അലിഫാണ്, ഈ തഫലാനിയുടെ ഫായിൽ ഈ അലിഫാണ്, ഈ തഫലൂനയുടെ ഫായിൽ ഈ വാവാണ്, ഈ തഫലീനയുടെ ഫായിൽ ഈ യായാണ്, ഈ തഫലാനിയുടെ ഫായില് ഈ അലിഫാണ്. അണ്ടർസ്റ്റുഡ്? ഈ അവസാനം കാണുന്ന ഈ നൂനെല്ലാം ചിലപ്പോ ഡ്രോപ്പ് ആവും. ഓക്കെ, അതിന്റെ കാരണം ഇതിന്റെ മുമ്പിൽ ചില സാധനങ്ങൾ വരുമ്പോൾ ഈ നൂന് ഡ്രോപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് അത് ഫായിലല്ല, ഫായിൽ ഡ്രോപ്പ് ആവില്ലല്ലോ, ഫായിൽ ഈസ് ഓൾവേസ് ദെയർ, സെയിം. അപ്പൊ ഈ നൂൻ എന്ന് പറയുന്നത് ഫായിലല്ല, എൻഡിങ്ങിലുള്ള നൂൻ. ഈ ഫായിൽ ഇത് ഉദ്ദേശിക്കുന്നത് യഫല, ഇത് ബേസിക്കലി ഇത് അതിന്റെ ഒരു നമ്മുടെ തൻവീന്റെ ജോലിയാണ് ഇവര് ചെയ്യുന്നത്. ഈ നൂൻ എന്ന് പറയുന്നത് തൻവീന്റെ ജോലിയാണ്. അപ്പൊ ചില സമയത്ത് തൻവീൻ ഡ്രോപ്പ് ആവില്ലേ, അതേപോലെ ഇത് ഡ്രോപ്പ് ആവുന്ന സാധനങ്ങളാണ് ഈ ഒരു നൂൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ആനി, ഊന, ഈന സാധനങ്ങൾ 7 എണ്ണം ഉണ്ട് ഇതില്. ഓക്കെ, ഈ 7 എണ്ണത്തിന്റെ ഈ അവസാനമുള്ള നൂൻ എന്ന് പറയുന്നത് ഫായിലല്ല, അത് പല സിറ്റുവേഷൻ കാരണം അത് ഡ്രോപ്പ് ആവുന്ന സാധനമാണ്. അത് എന്താന്നുള്ളത് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഇറ്റ് ഇസ് കമ്മിങ് സൂൺ. ഓക്കെ, ഇനി ഇതിന്റെ ഫായിൽ ഏതാണ് ഈ ഒരു ഇതിലും ചോദിച്ചു കഴിഞ്ഞാൽ യഫലാനിയുടെ ഈ അലിഫാണ്, ഊനയുടെ ഈ വാവാണ്, ഈ ആനിയുടെ ഈ അലിഫാണ്, ഈ ആനിയുടെ ഈ അലിഫാണ്, ഈ വാവാണ് ഇതിന്റെ ഫായിൽ എന്ന് പറയുന്നത്. ഇവിടെ ഈനയുടെ ഈ യായാണ് ഇതിന്റെ ഫായിൽ, ഈ ആനിയുടെ ഈ അലിഫാണ് ഈ ഫായിൽ. ഓക്കെ, അപ്പൊ തഫലാനി എന്ന് പറഞ്ഞാൽ 2 പേര് എന്ന് മനസ്സിലാവാൻ ഈ അലിഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും 2 പേരാണ്. ഇവിടെ തഫലീനയുടെ ഇയ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും ഇത് ഫെമിനിൻ അന്തിയാണ് എന്ന് പറയും ഇതിന്റെ ഫായിൽ.
പിന്നെ ഈ ഊനയുടെ ഈ വാവ് കണ്ടുകഴിയുമ്പോൾ നമ്മൾ പറയും ഇത് പ്ലൂരൽ ആണ് എന്ന് നമ്മൾ പറയും. ഈ വാവ് വരുമ്പോൾ അലിഫ് വരുമ്പോ ഡുവൽ ആയിട്ട് വരും, വാവ് വരുമ്പോ പ്ലൂറൽ ആയിട്ട് വരും. പിന്നെ ഈനയുടെ ഈ യാ എന്ന് പറയുന്നത് ബേസിക്കലി ഫെമിനിൻ സിംഗുലറിനുള്ളതാണ്, ഫ്രണ്ടിലുള്ള ആൾക്ക് ഹാദിറിന് ഉള്ളതാണ്. ഓക്കെ, ഇനിയുള്ളത് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 6 എണ്ണം യാ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഗായിബ് 6 എണ്ണത്തിൽ 2 എണ്ണം ഒഴിച്ച്, ഓക്കെ, 2 എണ്ണം ഒഴിച്ചിട്ട് യാ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ്, ഓക്കെ, ഇവിടെ യഫലു ആണ്, ഇവിടെ യഫലാനിയാണ്, ഇവിടെ യഫലൂനയാണ്. ഇതിന് 2 എണ്ണം, തഫലു തഫലാനിക്ക് മാത്രമാണ് മാറ്റമുള്ളൂ, തുടക്കം താണ്, ബാക്കി യഫൽന. അപ്പൊ ഈ 6 എണ്ണത്തിന്റെ നമ്മൾ ഗായിബിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ കാണാതെ പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറയുന്നതാണ്. ഗായിബിന്റെ സ്റ്റാർട്ടിങ് എല്ലാം യായാണ്, എക്സെപ്റ്റ് സിംഗുലർ ഫെമിനിൻ ആൻഡ് ഡുവൽ ഫെമിനിൻ ഗായിബ്. അതേപോലെ തന്നെ ഈ ഹാദിർ അടുത്ത 6 എണ്ണം അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് താ വെച്ചിട്ടാണ്. മാസ്കുലിൻ ആയാലും ഫെമിനിൻ ആയാലും എല്ലാം സിത ത ത ത ത ത. ഓക്കെ, ഇതെല്ലാം എന്ന് വെച്ചാൽ ഹാദിർ സീഗ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് താ വെച്ചാണ്, അത് മാസ്കുലിൻ ആയാലും ഫെമിനിൻ ആയാലും. പിന്നെ ഉള്ളത് നമുക്കറിയാലോ അഫലു നഫലു, ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു പോയിന്റ് ടു ബി നോട്ടഡ്, ബിക്കോസ് നമ്മൾ അത് ഇത് ചെയ്യുമ്പോൾ എന്താ പറയാ, നമ്മള് സെന്റൻസിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് കുറച്ച് എളുപ്പമായിട്ട് വരും, നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ അത് എളുപ്പമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഒരു മുദാരി എന്ന് പറയുന്നത് മർഫൂ ഉണ്ട്, മൻസൂബ് ഉണ്ട്, മജ്സൂം ഉണ്ട്. മജ്സൂം എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഒരു നൗൺ എന്ന് പറയുന്നത് മർഫു, മൻസൂബ്, മജ്റൂർ ആണ്. പക്ഷെ മുദാരി എന്ന് പറയുന്നത് മർഫു, മൻസൂബ് ആൻഡ് മജ്സൂം. ഓക്കെ, ഇനി ഇതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചോ, നമുക്ക് അടുത്തേക്ക് കിടക്കാം. മർഫൂൻ, മജ്റൂറുൻ ആൻഡ് മജ്സൂമുൻ. മജ്സൂമുൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മജ്സൂമുൻ ഞാൻ ഇതിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഈ 3 സ്റ്റേജസ് ആണ് ഒരു ഫെയിലിൽ ഉണ്ടാവുക. ഓക്കെ, മജ്സൂം, മജ്സൂം, മീം, മീം, ഞാൻ മീമല്ലേ എഴുതിയിരിക്കുന്നത് പറച്ചനെ. മജ്സൂം ആണത്, മീം. പറച്ചനെ എന്റെ മീം വേസ്റ്റ് ആണ്. മജ്സൂം, ജസം, മൻസൂർ അല്ല, മൻസൂബ്, മൻസൂബ്. മൻസൂബ് എന്ന് പറയുന്നത് മൻസൂബ് എന്ന് പറയുന്നത് സി മർഫൂൻ. ഓ സോറി, ഓ തെറ്റി, സോറി മൈ മിസ്റ്റേക്ക്, ഞാൻ എഴുതിയ മാറിപ്പോയി. മജ്സൂം ഉണ്ട്, പിന്നെ ഉള്ളത് സോറി കേട്ടോ, എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. മൻസൂബ്, മൻസൂബുൻ, മജ്റൂറുൻ, സോറി മജ്സൂമുൻ, മജ്സൂ ആണ്, ഇതുണ്ട് ഇവിടെ ഇതൊരു കുത്തുണ്ട് കേട്ടോ. മജ്സൂമുൻ, പിന്നെ മർഫൂൻ, മർഫൂ. ഈ 3 സ്റ്റേജസ് ആണ് ഫെയിലിനുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത്. ഇനി എവിടെ പോയി, ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. ഓക്കെ,
ഓക്കെ, ഇനിയുള്ളത് അപ്പൊ അതെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഇതിപ്പോ നമ്മൾ മാതി അല്ല മുദാരി മാറൂഫ് ആണ് ഇപ്പൊ ചെയ്തത്. മുദാരി മാറൂഫ്, മാറൂഫ് എന്ന് പറഞ്ഞാൽ വി നോ ദ ഡൂവർ. സി മുദാരി മാറൂഫ്, ഓക്കെ, മുസ്ബത്ത് നെഗേഷൻ ഒന്നും ഇല്ല. അതാണ് ഈ ടേബിൾ നമ്മൾ ചെയ്തത്. ഇനി മജ്ഹൂൽ ഉണ്ട്, ഇതിന്റെ മജ്ഹൂൽ ഉണ്ട്. സിഫേൽ മുദാരി മജ്ഹൂൽ മുസ്ബത്ത് സെയിം സാധനത്തിന്റെ മജ്ഹൂലാണ്. അതിന്റെ ഉ ആ ആണ്. ഇപ്പൊ മാദി മജ്ഹൂലിന് ഉ ഈ സൗണ്ട് ആണ് വന്നത് അല്ലെ, ഉ ഈ സൗണ്ട്. മുദാരി മജ്ഹൂലിന് ഉ ആ സൗണ്ട് ആണ്. അപ്പൊ യഫ് അലു എന്നുള്ളത് യുഫ് അലു, യുഫലാനി യുഫലൂന തുഫലു തുഫലാനി യുഫ് അൽന തുഫലു തുഫലാനി. സി ഇറ്റ് ഇസ് യു ഉ ആ. സി ഇവിടെ യഫ് അലു, ഇവിടെ യുഫ് അലു, യുഫ് അലു. ഓക്കെ, അപ്പൊ ഉ ആ സൗണ്ട് വരുമ്പോ മുദാരി മജ്ഹൂൽ, ഉ ഈ സൗണ്ട് വരുമ്പോ മാദി മജ്ഹൂൽ. ടേബിൾ ഇത് തന്നെയാണ്. ഈ ഉ ആ സൗണ്ട് ആക്കിയാൽ മതി. അപ്പൊ യഫ് അലു കഴിയുമ്പോ യുഫ് അലു, യുഫലാനി, ഉഫലൂന, തുഫലു തുഫലാനി വരെ ഉഫ് അലു നുഫ് അലു. സി ഈ ടേബിൾ കേട്ടാ, ഇത് മുദാരി മജ്ഹൂൽ ടേബിൾ ആണ്. ഇനിയുള്ളത് ഇവിടെ ഈ രണ്ടെണ്ണം. ഇത് യഫ് അലു എന്ന് പറയുന്നത് മഅറൂഫ്, യുഫ് അലു എന്ന് പറയുന്നത് മജ്ഹൂൽ. ഇനി ഈ ല എന്ന് പറയുന്നത് നെഗേഷൻ ആണ്. ഓക്കെ, നെഗേഷൻ ഓഫ് മുദാരി. അപ്പൊ നമ്മൾ മാദിയുടെ നെഗേഷൻ നമ്മൾ പഠിച്ചത് മാ വരും എന്നാണ്. ഓക്കെ, അത് പിന്നെ വേറെ വരും, കുറച്ച് ചേഞ്ചസ് അത് വരും. ഇപ്പത്തെ നമ്മുടെ അവസ്ഥയിൽ മാദി നെഗേറ്റ് ചെയ്യാൻ മാ ഉപയോഗിക്കുന്നു, മുദാരി നെഗേറ്റ് ചെയ്യാൻ ല ഉപയോഗിക്കുന്നു. ഇപ്പത്തെ ഒരു സ്റ്റേജിൽ ചേഞ്ചസ് വിൽ കം ലേറ്റർ. മാദി നെഗേറ്റ് ചെയ്യാൻ മാ എന്ന പാർട്ടിക്കിളും മുദാരി നെഗേറ്റ് ചെയ്യാൻ ലായും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതില് ല നോക്കട്ടെ. സി ലാ യഫ് അലു. സി ഇത് മുദാരി മാറൂഫ് ടേബിൾ ആണ്, യഫ് അലു ടേബിൾ ആണ്. ഓക്കെ, അപ്പൊ ലാ യഫ് അലു എന്ന് വെച്ചാൽ യഫ് അലു എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഡൂയിങ് അല്ലെങ്കിൽ ഹി വിൽ ഡൂ എന്നാണ്. അപ്പൊ ലാ യഫ് അലു എന്ന് പറയുമ്പോൾ ഹി ഈസ് നോട്ട് ഡൂയിങ് ഓർ ഹി വിൽ നോട്ട് ഡൂ. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത്. അതേപോലെ തന്നെ ലാ യുഫ് അലു. ഓക്കെ, അതിനും ലാ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ലാ വരുമ്പോ ഇതിന് ഒന്നും ഒരു ചേഞ്ച് വരുന്നില്ല. ഈ ലാ വരുമ്പോ ഇപ്പൊ മാദി ഈസ് ഓൾവേസ് മബനി എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ മുമ്പിൽ എന്ത് വന്നാലും ഒരു ചേഞ്ച് വരൂല. ഇവിടെ ഇത് മബനി അല്ല, ഈ യഫലു യഫലാനി മബനി അല്ല. പക്ഷെ ലാ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ചില പാർട്ടിക്കിൾ വരുമ്പോൾ ചേഞ്ചസ് വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ലാ വരുമ്പോൾ ഇത് ലാ ഓഫ് നഫി ആണ്. ലാ ഓഫ് നഫി എന്നാണ് പറയുന്നത്. രണ്ട് ടൈപ്പ് ലാ ഉണ്ട്. ഇത് ലാ ഓഫ് നഫി ആണ്. മൻഫി നഫി കേട്ടാ, നഫി. ഈ ലാ ഓഫ് നഫി ഒരു മുദാരിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നെഗേഷൻ മാത്രമുള്ളൂ. മുദാരിന് ഒരു ചേഞ്ചും വരൂല. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. എന്നുവെച്ചാൽ കുറെ ലായും ലീയും ഒക്കെ വരുന്നുണ്ട് ഇനി ഫ്യൂച്ചറിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ലാ ഓഫ് നഫി ആണ്. ലാ ഓഫ് നഫി എന്ന് പറഞ്ഞാൽ അത് മുദാരിന്റെ മുമ്പിൽ വരുമ്പോൾ അത് ജസ്റ്റ് മീനിങ്ങിൽ ഒരു നെഗേഷൻ മാത്രമേ വരുള്ളൂ. മുദാരിയില് ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, അപ്പൊ ലാ യുഫലു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീങ് ഡൺ ഓൺ ഹിം. ദ നെഗേഷൻ വരും ഇറ്റ് ഈസ് നോട്ട് ബീങ് ഡൺ ഓൺ ഹിം. ഓക്കെ, അപ്പൊ ലാ യഫലു ലാ യുഫലു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു സെക്ഷനിൽ ഡൗട്ട് ഉണ്ടോ? ഞാൻ കുറെ ഇൻഫർമേഷൻസ് പറഞ്ഞു, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതില് നമ്മള് മുദാരി മജ്ഹൂൽ പറഞ്ഞു, ഉ ആ സൗണ്ട് ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത് മുദാരിന്റെ മുമ്പിൽ ലാ ഓഫ് നഫി വരും. ദാറ്റ് ഈസ് ദിസ് ലാ. മുദാരി മാറൂഫിന് മുമ്പിലും മുദാരി മജ്ഹൂലിന് മുമ്പിലും ലാ ഓഫ് നഫി വരും. ലാ ഓഫ് നഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു നെഗേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. മുദാരിന് അത് അഫക്റ്റ് ചെയ്യില്ല ലാ ഓഫ് നഫി എന്ന് പറയുന്നത്.
അപ്പൊ ജസ്റ്റ് ഹി ഈസ് ഡൂയിങ് എന്നുള്ളതിന് ഹി ഈസ് നോട്ട് ഡൂയിങ് എന്നുള്ള മീനിങ് മാത്രമേ വരുള്ളൂ. വേറെ മുതാരയിൽ ഒരു ചേഞ്ചും വരൂല. അത്രേ ഉള്ളൂ. ഇതാ സെയിം ടേബിളിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ലാ ഇടുന്നു. ഈ ടേബിൾ ഇവിടെ പുതിയത് പഠിക്കാനൊന്നുമില്ല. ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, പഠിക്കാൻ വേണം. ബാക്കി ഓൾറെഡി നിങ്ങൾ മുതാരി ടേബിൾ പഠിച്ചതാണ്. ഇനി ഇതിന്റെ മജ്ഹൂൽ ആ സൗണ്ട് ആയിട്ടുള്ളത് പഠിക്കുക. പിന്നെ ലാ അതിന്റെ മുമ്പിൽ ഇടുക. വേറെ ഒരു ടേബിളും നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനില്ല. ഇപ്പൊ ഇതുവരെ ഉള്ളതിൽ മുതാരി ടേബിളിന്റെ മജ്ഹൂൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഹുറൂഫുൻ നാസിബ. ഹുറൂഫുൻ നാസിബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞു മുദാരി എന്ന് പറയുന്നത് മബനി അല്ല, ചേഞ്ചസ് വരും. ഓക്കെ. അപ്പോ ഈ ചേഞ്ചസ് വരുമ്പോൾ എങ്ങനെയാണ് മുദാരിന് ഒരു ചേഞ്ചസ് വരുന്നത്? ചേഞ്ചസ് വരുന്നത് അതിന് മുമ്പിൽ ചില പാർട്ടിക്കിൾസ് വരുമ്പോൾ ഈ മുദാരിന്റെ പല കാര്യങ്ങളും ചേഞ്ച് ആവും. ഓക്കെ. അപ്പൊ ആ പാർട്ടിക്കിൾസ് അതിൽ ഹുറൂഫുൻ നാസിബ എന്ന് പറയുമ്പോൾ മുദാരിന് നസബ് മൻസൂബ് സ്റ്റേറ്റസ് കൊടുക്കുന്ന പാർട്ടിക്കിൾസിനാണ് ഹുറൂഫുൻ നാസിബ എന്ന് പറയുന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ മുദാരിന് മൻസൂബ് സ്റ്റേറ്റസ് കൊടുക്കുന്ന, ഇപ്പൊ യഫ് അലു ആണ്. സീ ദിസ് സ്റ്റക്കായ ഇവിടെ നോക്കിയോ, യഫലു തഫലു തഫലു അഫലു നഫലു. ഓക്കെ. എന്റെ ഈ ആരോ സ്റ്റക്കായിട്ടാ. ഈ അഞ്ചെണ്ണത്തിന് എല്ലാത്തിന്റെ അവസാനം എന്താ? ദമ്മയാണ്. നമ്മൾ ഓൾറെഡി മുദാരി ടേബിളിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു സെക്ഷൻ ആണ് യഫലു തഫലു തഫലു അഫലു നഫലു, ഇല്ലേ? ഇതില് ബേസിക്കലി പറയുമ്പോ കുറച്ചല്ലേ. ഓക്കെ, നിങ്ങക്ക് കേക്കാലോ അല്ലേ? ഇവിടെ പോയി, എന്റെ ആരോ സ്റ്റക്കായി. ഓക്കെ. അപ്പൊ ഈ മുദാരി ടേബിളിന് മുമ്പില് ഈ 4 പാർട്ടിക്കിൾ അൻ, ലൻ, കൈ, ഇതൻ, ഇപ്പത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അൻ, ലൻ, കൈ, ഇതൻ. ഈ 4 പാർട്ടിക്കിള് മുദാരിന്റെ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ ഈ യഫലു തഫലു തഫലു അഫലു നഫലു എന്നുള്ളതിന്റെ ആ ലാമിന്റെ മുകളിലുള്ള ദമ്മ ഫത്തയാവും. ഓക്കെ. ഈ 4 പാർട്ടിക്കിള് മുദാരിന്റെ ഫ്രണ്ടിൽ വന്ന് കഴിയുമ്പോൾ യഫലു എന്നുള്ളത് യഫ് അലയാവും, തഫലു എന്നുള്ളത് തഫ് അലയാവും, തഫലു എന്നുള്ളത് തഫ് അലയാവും, അഫലു എന്നുള്ളത് അഫ് അലയാവും, നഫലു എന്നുള്ളത് നഫ് അലയാവും, അല ആവും, മൻസൂബാവും. അണ്ടർസ്റ്റുഡ്? ഇനി ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദാറ്റ് കേസ്, ഇതൻ ഇൻ ദാറ്റ് കേസ്. കൈ എന്ന് പറയുന്നത് സോ ദാറ്റ്, അത് ലിക്കൈ എന്നും പറയും. ലീ അതിന്റെ മുമ്പിൽ വരാറുണ്ട് പല സ്ഥലത്ത്. ചില സ്ഥലത്ത് ലിക്കൈ എന്ന് പറയും, ചില സ്ഥലത്ത് കൈ എന്ന് പറയും, ചില സ്ഥലത്ത് ലീ എന്ന് പറയും. ഇത് 3ഉം നമ്മൾ ഈ ഒരു കൈക്ക് പകരം യൂസ് ചെയ്യും. ഡോണ്ട് വറി റൂഹി, എവറിത്തിങ് ഈസ് കമ്മിങ്, എവറിത്തിങ് ഈസ് കമ്മിങ്. ഓക്കെ. ഈ 4 അപ്പൊ ഇതൻ എന്ന് പറഞ്ഞാൽ ഇൻ ദാറ്റ് കേസ്, കൈ എന്ന് പറഞ്ഞാൽ സോ ദാറ്റ്, ലൻ എന്ന് പറഞ്ഞാൽ നോട്ടാണ്, നെവർ, നെവർ എന്നുള്ള ഒരു എംഫസിസ് ഉള്ള നോട്ടാണ് ലൻ എന്ന് പറയുന്നത്. ഓക്കെ. ലൻ. അൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നാണ്. ചില സ്ഥലത്ത് 2 വരാറുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ചില ചേഞ്ചസ് മീനിങ്ങിൽ വരാറുണ്ട്. അൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം ദാറ്റ് എന്ന് മീനിങ് ഇടുക. ഇതൻ, കൈ, len, an. ഈ 4 പാർട്ടിക്കിൾസ് ആർ കോൾഡ് ഹുറൂഫുൻ നാസിബ. ഈ പാർട്ടിക്കിൾസ് മുദാരിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ മുദാരി മർഫു മാറിയിട്ട് ദമ്മ മാറിയിട്ട് ഫത്തയാവും, മൻസൂബാവും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഇനിയുള്ളത് അപ്പൊ ഇത് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ മുദാരി ടേബിളിനെ. ആദ്യത്തെ യഫലു തഫലു തഫലു അഫലു നഫലു, ഇത് 5 എണ്ണം. ഇതിന്റെ എല്ലാത്തിന്റെയും അവസാനത്തെ ദമ്മ ഫത്തയാവും. ഓക്കെ. ഇനിയുള്ളത് 7 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? യഫലാനി യഫലൂന, തഫലാനി തഫലാനി,
തഫലാനി, തഫലൂന, തഫലീന. ഓക്കെ, ഇത് 7 ഈ 7 എന്ത് സംഭവിക്കുന്നു വെച്ചാ ഈ അവസാനത്തെ നൂൻ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ യഫല, യഫലു, തഫല, തഫല, തഫ് അലു, തഫ് അലി, തഫ് അല എന്ന് വരും. എന്ന് വെച്ചാൽ ഈ ഹുറൂഫു നാസിബ ഈ 7 മുമ്പിൽ വരികയാണെങ്കിൽ ഇതിന്റെ മൻസൂബ് സ്റ്റേറ്റ്, ഇതിപ്പോ മർഫു സ്റ്റേറ്റസ് ആണ്. ഈ ഊന, ഈന, അനി ഒക്കെ വന്നിരിക്കുന്നത് മർഫു സ്റ്റേറ്റസ് ആണ്. ഈ മർഫു സ്റ്റേറ്റസ് മാറി മൻസൂബാവും. മൻസൂബാവുന്നത് എങ്ങനെയാ? അവസാനത്തെ നൂൻ ഡ്രോപ്പ് ആവും. ഓക്കെ, ഇനിയുള്ളത് ഇതിന്റെ ഒരു സെക്കൻഡ് മാറ്റട്ടെ. ഇപ്പൊ കിട്ടി എനിക്ക്. പറ്റിയ അബദ്ധം, എന്റെ ഇത് സ്റ്റക്കായതേ. ഞാൻ ഈ റൈറ്റിംഗ് ബോർഡിന്റെ പേന കൊണ്ട് റൈറ്റിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ച് അതോടെ അത് മൊത്തം സ്റ്റക്കായി. ഓക്കെ, ഇപ്പൊ കിട്ടി. ഓക്കെ, ഇനി അപ്പൊ ഇത് കിട്ടിയല്ലോ. ഈ പാറ്റേൺ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവസാനത്തെ നൂൺ ഡ്രോപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല, റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താ? യഫൽന, തഫൽന നമ്മൾ പഠിച്ചിരുന്നു. പ്ലൂരൽ ഫെമിനിൻ, ഒന്ന് ഗായിബ് ഫെമിനിനും ഒന്ന് ഹാദിർ ഫെമിനിനുമാണ് പ്ലൂരൽ. ഓക്കെ, ഇത് രണ്ടെണ്ണത്തിനും ഒരു ചേഞ്ചും വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് മബിനിയാണ്. അതിന്റെ മുമ്പിൽ എന്ത് വന്നാലും nothing is going to happen because ഇത് നൂൻ, ഈ നൂൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫായിലാണ്. ഫായിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല ഇല്ലേ? ഫായിൽ is going to be there always ever. അപ്പോ ഇതിന്റെ മുമ്പിൽ ഹുറൂഫ് നാസിബ വന്നു കഴിഞ്ഞാൽ there's no change. It is basically യഫല്ല തഫല്ല ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ക്ലിയർ ആണോ? അയ്യേ അൻവർ, ഇതൊന്നും അല്ല. ദിസ് ഇസ് ചുമ്മാ, ദിസ് ഇസ് നത്തിങ്. വരണേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇവര് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടിരിക്കുകയാണ്. അന്നിട്ടപ്പോ അൻ യഫലു എന്നുള്ളത്, യഫലു എന്നുള്ളത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ യഫലു, പക്ഷെ അൻ വന്നപ്പോ യഫല. അൻ വന്നപ്പോ യഫലാനിയുടെ യഫ് അലായി. അൻ വന്നപ്പോ യഫ് അലൂനയുടെ യഫ് അലൂ ആയി. കൈ വന്നപ്പോ എഗൈൻ യഫല വന്നു, യഫ് അലാ വന്നു, യഫ് അലൂ വന്നു. എല്ലാത്തിന്റെയും ഡ്രോപ്പ് ആയി. ഇതൻ വന്നപ്പോഴും യഫ് അല വന്നു, യഫ് അലാ വന്നു, യഫ് അലൂ വന്നു, നൂൺ ഡ്രോപ്പ് ആയി. അത്രയല്ലേ ഉള്ളൂ. ഇത് അമ്മമാര് ഫത്തയാണോ, നൂൺ ഡ്രോപ്പ് ചെയ്യണു, സിമ്പിൾ. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് ഒക്കെ കാണാൻ പഠിക്കണേ, മീനിങ് കാണാൻ പഠിക്കണം. ഇത് ഒരെണ്ണം, ഈ ഹുറൂഫു നാസിബ ഒരെണ്ണം ഈ മുദാരിന്റെ മുമ്പിൽ ഇട്ടിട്ട് ആ ടേബിൾ മുഴുവൻ എഴുതിയിരിക്കുന്നതാണ്. മാദിയിലും മജ്ഹൂലിലും എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് തറവാൻ വേണ്ടിയിട്ട്. ലൻ യഫല, ലൻ യഫല, ലൻ യഫലു, ലൻ തഫല, ലൻ തഫലാനി. നോക്ക് ഇവിടെ നോക്ക്, അതെ, ലൻ യഫൽന, നോ മാറ്റം. ലൻ തഫൽ, സോറി, ലൻ തഫൽന അവിടെ പോയി. ലൻ തഫൽന, നോ മാറ്റം. ഇവിടെ എല്ലാത്തിന്റെ ആനി ഊനയുടെ എല്ലാ നൂനും ഡ്രോപ്പായി. പിന്നെ അഫലു, തഫലു, നഫലൂടെ എല്ലാം ഊ മാറി ആയായി. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുകൂടെ സംഭവിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മജ്ഹൂല്, ലൻ യുഫല, ലൻ യുഫല, സെയിം. ദർ ഇസ് നത്തിങ്. ഈ പല ടേബിളും കാണുമ്പോൾ നമ്മളിലേക്ക് ഇത് എത്ര ടേബിൾ, എത്ര ടേബിൾ, ഒന്നുമല്ല. സെയിം ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ആ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഓപ്ഷൻ ഉള്ള സമയത്ത് ഞാൻ പറയാം. ചില ടേബിൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ, വേണ്ടെങ്കിൽ പഠിക്കേണ്ട എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. ഇതെല്ലാം മനസ്സിലാക്കി. ഈ ടേബിൾ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ രണ്ട് ടേബിളും. ബിക്കോസ് നമുക്കറിയാം ലെൻ വന്നു കഴിയുമ്പോൾ ഡ്രോപ്പ് ആവും എന്നുള്ള അറിയാം. അപ്പൊ നമുക്ക് എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക്, പക്ഷെ പഠിക്കേണ്ട ടേബിൾ ഇതാണ്, യഫല യഫല. ഈ ടേബിളിന്റെ യഫലാനി യഫലൂന ആ ഒറിജിനൽ മുദാരി ടേബിൾ തറവായിരിക്കണം. പിന്നെ നമുക്കറിയാം ലെൻ വന്നു കഴിയുമ്പോൾ നൂൺ ഡ്രോപ്പ് ആവും,
ദമ്മ മാറി ഫത്തയാവും. ഇതെല്ലാം ഖുറാനിലുള്ളതാണ്, വളരെ വൃത്തിയായിട്ട് ഖുറാനിലുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇനി പുതിയത് പഠിപ്പിക്കുന്നില്ല, 5-6 മിനിറ്റ് ഉള്ളു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അൻവറെ ഞെട്ടല് മാറിയാ? ഞെട്ടി നിൽക്കുന്ന പിക്ചറാണ്, അതിന്റെ അപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഇനി വല്ലതും ഉണ്ടോ? മാറിക്കോളും, മൂടെല്ലാം മാറിക്കോളും. ഇതൊക്കെ നിങ്ങൾ 1 മാസം കഴിയുമ്പോ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ വേറെ ആർക്കും ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? മുദാരി ടേബിൾ ഡുവർ ആർ ഓൾ സെയിം. ഡുവൽ ആർ ഓൾ സെയിം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചില്ല. ബീസ് ഫ്ലൈയിങ് അറൗണ്ട്. ഇറ്റ്സ് ഓക്കെ. ഡുവൽ ആർ ഓൾ സെയിം